വരും കാലത്തെ ഒരു നിശീഥിനിയിൽ അനുഗ്രഹിക്കാം നിങ്ങളെ എന്ന് ഭഗവാൻ പറഞ്ഞ ആ രാത്രി തൻ്റെ മധുരതമമായിരിക്കുന്ന വേണുഗാനം കൊണ്ട് സർവഗോപിമാരെയും തന്നിലേക്ക് ആകർഷിച്ച ഭഗവാൻ എന്ത് പ്രവൃത്തി ചെയ്യണോ എന്ന് സ്വയം ഓർക്കാതെ കുട്ടികളെ നോക്കുന്നതിനിടയ്ക്കും ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ഉദ്യമിച്ചിരിക്കുമ്പോഴും മറ്റ് പലവിധങ്ങളായ പ്രവൃത്തികളിൽ സുബദ്ധരായിട്ടിരിക്കുമ്പോഴും അവർ ഭഗവാന്റെ അടുത്തേക്ക് കിട്ടിയ വസ്ത്രവും കിട്ടിയ ആഭരണങ്ങളും അവർക്ക് തോന്നിയ ശരീരഭാഗങ്ങളിൽ അണിഞ്ഞും കൊണ്ട് ഓടിയെത്തി. കഴുത്തിലണിയേണ്ടത് കാതിലണിഞ്ഞിട്ടും കാതിൽ അണിയേണ്ടത് മോതിരം പോലെ ഇട്ടിട്ടും അരയിലുള്ളത് കഴുത്തിലും അരയിലത്തെ കാലുമ്പിലും ഇങ്ങനെയൊക്കെ വ്യത്യസ്ത വസ്ത്ര ആഭരണങ്ങളായിട്ട് അവരെല്ലാവരും ഓടി വരുന്നു. അവർക്കാർക്കും സൗന്ദര്യബോധമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്കാർക്കും ദേഹത്തിന്മേൽ ഒരു സൗന്ദര്യവും തോന്നുന്നില്ല. പരമമായ സൗന്ദര്യത്തെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആശ്ചര്യതോപ്യാശ്ചര്യം മാധുര്യധുര്യാദപി മധുരം എന്നിങ്ങനെയുള്ളതിനെ കിട്ടിയതോടു കൂടിയിട്ട് മറ്റൊന്നിലും വാഞ്ചയില്ലാതെയായി തീർന്ന ആ ഗോപനാരിമാർ ഭഗവാന്റെ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങളൊക്കെ തിരിച്ചു പോകണം എന്നാ ഭഗവാൻ പറഞ്ഞത്. അത് സഹിക്കാതെ ഞങ്ങൾക്ക് ഗേഹകൃത്യങ്ങളില്ല, ഞങ്ങൾക്ക് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ല, ഞങ്ങൾക്കൊരു ധർമ്മങ്ങളും ഇനിയില്ല കൃഷ്ണ. എല്ലാ ധർമ്മങ്ങളും നിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവയെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ അടുത്തേക്ക് വന്ന ഞങ്ങൾ ഇനി യാമ കഥം വ്രജം, ഞങ്ങളിനി വ്രജത്തിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച അവരോട് ഭഗവാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അക്കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിന്നോളൂ. അവരുടെ പ്രാർത്ഥന ഇത്രമാത്രമായിരുന്നു, കൃഷ്ണൻ്റെ കരപല്ലവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ശിരസ്സിന് അനുഗ്രഹങ്ങൾ തരിക, ഞങ്ങളുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുക, ഞങ്ങളുടെ മാറത്ത് അങ്ങയുടെ പാദങ്ങൾ വച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുക. ഭഗവാന്റെ കൃപ കൊണ്ട് ഞാനെന്ന ഭാവത്തെയും ഭഗവത് ധർമ്മചര്യ കൊണ്ട് എൻ്റെ എന്നുള്ള വിചാരങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കണം എന്ന് അവർ പ്രാർത്ഥിച്ചതിൻ്റെ താല്പര്യം. ഇങ്ങനെ ഗോപിമാരെ ഭഗവാൻ ചേർത്ത് നിർത്തി അവരിച്ഛിച്ചതായ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് പുറപ്പെട്ടു. അവരെ മനോഹരങ്ങളായിരിക്കുന്ന പൂക്കളെ കൊണ്ട് അലങ്കരിപ്പിച്ചു, അവർക്ക് മാലകൾ ചാർത്തിക്കൊടുത്തു, അവരുടെ വസ്ത്രങ്ങൾ ഭംഗിയാക്കി കൊടുത്തു. അവർ ബോധമില്ലാതെ അണിഞ്ഞ ആഭരണങ്ങളൊക്കെ അവിടുന്ന് അഴിച്ചെടുത്ത് ഭഗവാൻ ഭംഗിയാക്കി ചാർത്തിക്കൊടുത്തു. അവരോട് വർത്തമാനം പറഞ്ഞു, അവരോടൊപ്പം പാട്ടുപാടി ഇടയ്ക്ക് നൃത്തം ചെയ്തു, ഇടയ്ക്ക് അവർക്ക് വീശിക്കൊടുത്തു. അവരെ കൂട്ടി ഇടയ്ക്ക് ഒരു രാത്രിയിലെ ആ യമുനാതീരത്ത് നിലാവത്തുള്ള ഒരു നടപ്പ്, അങ്ങനെ എന്തൊക്കെ അന്ന് രാത്രി ഉണ്ടായി. പക്ഷേ എപ്പോഴോ എല്ലാ ഗോപിമാർക്കും തോന്നിപ്പോയി ഞങ്ങൾക്ക് കൃഷ്ണനെ കിട്ടി എന്ന്. ആ തോന്നലുണ്ടായത് ഏത് നിമിഷമോ ആ നിമിഷം ഭഗവാൻ അവരെ വിട്ടുപോയി. എങ്ങും തിരഞ്ഞു കാണാതെ വൃന്ദാവനത്തിലെ കല്ലിനോടും പുല്ലിനോടും നിങ്ങൾ കൃഷ്ണനെ കണ്ടുവോ എന്ന് അന്വേഷിച്ച് നടന്ന ആ ഗോപിമാർ വിവശകളായി തീർന്നു.